Greetings to you all in Jesus' name. Greetings to you all in Jesus' name. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. I really blessed to be with you tonight. ഇന്ന് രാത്രി നിങ്ങളോടുകൂടി ആയിരിക്കുന്നതിൽ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. And I wish you all a happy new year. നിങ്ങൾ എല്ലാവരെയും ഒരു പുതുവത്സര ആശംസകൾ ഞാൻ അറിയിക്കുന്നു. And also may the good Lord bless you everyone abundantly. നല്ലവനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Bishop introduced me a lot to explain about me. I am so glad to hear those words. കർത്താവിന്റെ ദാസൻ എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. I am nothing what I am today. It's all the grace of God. ദൈവത്തിന്റെ കൃപയല്ലാതെ ഇന്ന് ഞാൻ ആയിരിക്കുന്നതിൽ മറ്റൊന്നും എനിക്ക് പ്രശംസിപ്പാനില്ല. My father prayed for me to be a missionary. To become a missionary, the servant of God is with me, and he lifted me up to this level. ഒരു മിഷണറി ആയി തീരുവാൻ എന്റെ പിതാവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദാസൻ ആ നിലയിൽ എനിക്ക് പ്രോത്സാഹനം തന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നു. So that only tonight I am with you as a missionary with the word of God. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമായി ഒരു ശുശ്രൂഷകയായി നിങ്ങളുടെ നടുവിൽ ഞാൻ നിൽക്കുന്നത്. Hallelujah. Praise the Lord. Tonight, what God has given to me, I would like to share with you all. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് എന്ത് വചനം തന്നോ അത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. When pastor told me to prepare for today's message, I was praying in the presence and I am asking the Lord to give me a word to speak to the people. ഇന്ന് ഈ പുതുവത്സരത്തിൽ വചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് വചനമാണ് സംസാരിക്കേണ്ടത് എന്ന്. Even I did not see the scripture, I did not open the Bible. ഞാൻ ബൈബിൾ തുറക്കുകയോ വചനം കണ്ടെത്തുകയോ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. I just praying in the spirit, Lord give me a word. ഞാൻ ആത്മാവിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ സംസാരിക്കുവാൻ ഒരു വചനം എനിക്ക് തരണമേ എന്ന്. And God brought me a scripture in front of me. നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വചനം തന്നിട്ടുണ്ട്. It was like this, Isaiah chapter 58 verse 11. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. And when I went to the Bible and I opened the scripture and I read and I surprised. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം ഞാൻ തുറന്ന് അത് വായിച്ചപ്പോൾ ഞാൻ വളരെയധികം അതിശയിച്ചു പോയി. For this new year, God has given for each one of us this wonderful scripture. ആമേൻ. ഇന്ന് ആമേൻ ഈ പുതുവത്സരത്തിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വചനം തന്നിട്ടുണ്ട്. I would like to read it. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. And the Lord will continually guide you and satisfy your desire in scorched places and give strength to your bones, and you will be like an water garden and like a spring of water whose waters do not fail. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. When I was praying and asking the Lord, God has given me this scripture in front of my eyes. ആമേൻ. ഞാൻ ദൈവസന്നിധിയിൽ ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണിന് മുമ്പാകെ ഈ വചനം ദൈവം തരുവാനായിട്ടിടയായി. So my dear friends, God is saying that I will lead you and guide you continually. ഇന്ന് ഈ പുതുവത്സരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ നയിക്കുകയും ഞാൻ നിന്നെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന്. So do not depend on any person in this world, but ask the guidance of the God. ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിയെ നിങ്ങൾ ആശ്രയിക്കരുത്, അവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കരുത്, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. Because God has given the promise that I will guide you. കാരണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം തരുന്നു, ഞാൻ നിങ്ങളെ നയിക്കുമെന്ന്. And also the second verse says like this, and I will satisfy your desire in scorched places. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കുമെന്ന്. In this world there will be difficulties and problems and some struggles will be there. ഈ ലോകത്തിൽ നമുക്ക് ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. But God says that I will not allow you to have that problem in your life. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു, ആ പ്രശ്നം നിങ്ങളെ തകർക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. And I will satisfy you with the goodness of God in your life. ദൈവത്തിന്റെ നന്മകൾ കൊണ്ട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും. So do not depend on the
satisfaction, but depend upon the Lord and His presence. ഈ ലോകത്തിലെ തൃപ്തിയിൽ നിങ്ങൾ ആശ്രയിക്കരുത്. പ്രസ്തുത ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് കടന്നു പോകുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. And God will be with you. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. And also He says, and give strength to your bones. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്ന് വചനം പറയുന്നു. Maybe sickness and different diseases are there in this world. It may hurt you, it may allow you to get weak, but God says that I will strengthen your bones. പലവിധമായ വ്യാധികളും രോഗങ്ങളും ഈ ലോകത്തിൽ വ്യാപരിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ അത് നിന്നെ സന്ദർശിച്ചെന്നാലും അതിൽ നീ അടിമപ്പെട്ടു പോകത്തില്ല. ആ കാര്യങ്ങൾ നോക്കെ ദൈവം നിന്നെ വിടുവിക്കുമെന്ന് So പറയുന്നു. God's promise is that I will strengthen your bones. ദൈവത്തിന്റെ വചനം പറയും ദൈവം നിന്നെ ശക്തിപ്പെടുത്തുമെന്ന്. So believe that and always hold the promises of God in your life. എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യും. എല്ലാവരും കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. And you will be like a watered garden. ഇവിടെ കാണുന്നു നീ ഒരു നനവുള്ള തോട്ടം പോലെ ആയിരിക്കും. Amen. Hallelujah. God wants to see you a fruitful life in your family. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ഫലപ്രദമായ ജീവിതമാക്കി കാണുവാൻ ആഗ്രഹിക്കുന്നു. It will be watered garden your family. ഇത് ദൈവത്താൽ നനയപ്പെട്ട ദൈവം നനയ്ക്കുന്ന ഒരു തോട്ടം പോലെ നിന്റെ കുടുംബമായിരിക്കട്ടെ. Your children will be blessed and your family life will be blessed and your spiritual life will be blessed. നിന്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. നിന്റെ ആത്മീയ ജീവിതം അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ നിലകളിലും നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും. You will be watered with the presence of the Holy Spirit. ഓ പരിശുദ്ധാത്മാവിനെ നീ നനയപ്പെട്ട ഒരു തോട്ടം പോലെ ആയി തീരട്ടെ. There will be no dryness in your life. നിന്റെ ജീവിതത്തിൽ ഒരു ഉണങ്ങിയ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. Because God has filled you with His presence and His heavenly blessings. ആമേൻ. ദൈവം ആമേൻ സ്വർഗീയ അനുഗ്രഹങ്ങളാലും സന്ദർശനത്തിനാലും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. Hallelujah. Praise the Lord. And like a spring of water whose waters do not fail. അതുപോലെ വചനം പറയുന്നു ആമേൻ നീ വറ്റിപ്പോകാത്ത നീരുറവ പോലെ ആയിരിക്കും. You will be a watered garden and you will be never fail in your life. ഓ നീ ഒരു നനവുള്ള തോട്ടം പോലെ ആയിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം അനുഭവിക്കാൻ ദൈവം You അനുവദിക്കില്ല. will be a great blessing to many people. ഓ നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. In your family you will be blessing to many people. നിന്റെ കുടുംബം അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. And in your church you will be blessing. നിന്റെ സഭ ഒരു അനുഗ്രഹമായി തീരും. Because your church will be blessed. കാരണം നീയും നിന്റെ സഭയും അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. So God says that the water garden your life will be. ഓ അതുകൊണ്ട് വചനം പറയും നിന്റെ ജീവിതം ഒരു നനവുള്ള തോട്ടം പോലെ ആയിരിക്കും. The springs of water will flow from you. അത് ഉറവ നീരുള്ള അല്ലെങ്കിൽ ഉറവുള്ള ഒരു തോട്ടം പോലെ ആയിരിക്കും. Hallelujah. 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 When I prayed in the presence of God after receiving the scripture, ഈ വചന സ്വീകരണത്തിന് ശേഷം ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ I was filled with the power of the Holy ഞാൻ Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ I നിറയപ്പെടുവാനിടയായി. was so praising God. I thank God for His wonderful presence in my life. ദൈവത്തിന്റെ അതുല്യമായ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. And also I give thanks to God for this wonderful scripture for the church today He has given. അവേ സഭയ്ക്ക് ഈ പുതുവത്സരത്തിൽ തന്ന സന്ദേശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ This തുടങ്ങി. is for everyone those who seated ഇവിടെ here. ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വചനമാണ് ഇന്ന് It is not for me only but for everyone God has given. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചുവെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള So വചനം. my dear friends, believe in the promise of God. പ്രിയ ദൈവമക്കളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. When I believed that God has given this place and He's going to give church, and I prayed today we will worship in the church hall. ദൈവസ്ഥനെ അനേക നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരു സാവകാശം എന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. When we were praying here, I saw a fire of holy presence was moving here. ഹല്ലേലൂയ. ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം എല്ലാവരും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിമയമായ സാന്നിധ്യം ഞാൻ അനുഭവിക്കാനിടയായി. Hallelujah. Hallelujah. The springs of water was began to start from here. ആമേൻ. ഇവിടെ നിന്ന് ഒരു നനവുള്ള തോട്ടം പോലെ ഇവിടുന്ന് പ്രവഹിക്കാൻ So ആരംഭിച്ചിരിക്കുന്നു. it is started from every one of our ഇവിടെ hearts. ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയങ്ങളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. The water flowing will flow to every area of our life. ഈ ഒഴുകുന്നത് ഈ തോട്ടത്തിൽ നിന്ന് ഒഴുകുന്ന നദി പോലെ എല്ലാവരിലേക്കും ഇത് ഒഴുകാൻ പോകുകയാണ്. So you are the blessing and you are the
a place that's going to be a great blessing for everyone. ഓ നിങ്ങൾ ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. So my dear friends, as we experience the presence of God tonight, take the scripture in your life and to be a great blessing. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് പകൽക്കാലം നാം കേട്ടത് മുഖാന്തരം ഇത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്ന കാര്യത്തിൽ സംശയമില്ല. May the good Lord bless all of us through this wonderful scripture. God bless you all. ദൈവം ഈ വചനം മൂലം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നല്ല വചനങ്ങൾക്കായി ദൈവം